പാമ്പുകൾക്കും ഒരു ദിനം ജൂലൈ 16. വിവിധ തരം പാമ്പുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും അവ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുന്നതിനുമാണ് വേൾഡ് സ്നേക്ക് ഡേ ആചരിക്കുന്നത്. ലോകത്തിൽ ആകെ 3000-ലധികം ഇനം പാമ്പുകളുണ്ട്. അതിൽ 600 ഇനം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. അവയിൽ തന്നെ 200 എണ്ണത്തിന് മാത്രമേ മനുഷ്യനെ കൊല്ലാനുള്ള ശേഷിയുള്ളൂ. പാമ്പുകളിൽ തന്നെ വിഷമുള്ളതും വിഷമില്ലാത്തതുമുണ്ട്. കേരളത്തിൽ ഏകദേശം 106 ഇനം പാമ്പുകളുണ്ട്. ഇതിൽ 10 ഇനം മാത്രമാണ് വിഷമുള്ളവ. ഈ 10 എണ്ണത്തിൽ തന്നെ 5ഓളം കടലിൽ കാണുന്നതാണ്. പാമ്പ് കടിച്ചാൽ അതിന്റെ വിഷം പല്ലുകൾക്കൊപ്പം തന്നെ ഉള്ളിലുള്ള ചെറിയ പല്ലുകളും കാലിൽ പതിഞ്ഞു എന്ന് വരാം. ഇന്ത്യയിൽ കാണപ്പെടുന്ന 100 കണക്കിന് പാമ്പുകളിൽ വിരലിൽ എണ്ണാവുന്നവയ്ക്ക് മാത്രമേ വിഷമുള്ളൂ. മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ടുമണ്ഡലി എന്നീ 4 തരം വിഷപ്പാമ്പുകളുടെ കടി മൂലമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത്. രാജവെമ്പാല, മൂർഖൻ, ശംഖുവരയൻ എന്നിവയുടെ വിഷം മനുഷ്യനാഡീ മണ്ഡലത്തെയാണ് ബാധിക്കുക. അണലിയുടെ വിഷം രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത്. നാഡീമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധയേറ്റാണ് കാഴ്ചമങ്ങൽ, ശ്വാസതടസ്സം, ആമാശയവേദന എന്നിവ ഉണ്ടാവുന്നത്. രക്തമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധ മൂലം കടിയേറ്റ ഭാഗത്ത് നീരും തലകറക്കവും ഉണ്ടാകുന്നു. കൂടാതെ രോമകൂപങ്ങളിലൂടെ രക്തം പൊടിയുകയും ചെയ്യുന്നു. പാമ്പുകളെ കുറിച്ച് അവബോധമുണ്ടാക്കാനും പാമ്പുകടി മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കാനും പാമ്പുകളെ ശാസ്ത്രീയമായും അപകടരഹിതമായും പിടികൂടി സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ട് രക്ഷിക്കുന്നതിനുമായാണ് വനം വകുപ്പ് പാമ്പുപിടുത്തത്തിന് 2020 ഓഗസ്റ്റിൽ പരിശീലനം നൽകിയത്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവരെ അംഗീകൃത പാമ്പ് രക്ഷാപ്രവർത്തകർ ആയി അംഗീകരിക്കും. 2020 സർപ്പ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന ആപ്പിന് രൂപം നൽകി. ഓരോ ജില്ലകളിലും അംഗീകൃത പാമ്പു പിടുത്തക്കാരെ കുറിച്ചുള്ള വിവരങ്ങളും പാമ്പിനങ്ങളെ തിരിച്ചറിയാനുള്ള സൂചനകളും ചികിത്സ ലഭ്യമായ ആശുപത്രികളെ സംബന്ധിച്ച വിവരങ്ങളുമൊക്കെ ഗൂഗിൾ സ്റ്റോറിലുള്ള ഈ ആപ്പിൽ ലഭ്യമാണ്. ഇതുവരെ 34,727 പേർ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി 736 അംഗീകൃത രക്ഷാപ്രവർത്തകർ സർപ്പ ടീമായി പ്രവർത്തിക്കുന്നുണ്ട്. പാമ്പുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി പൂർണ്ണമായ സന്നദ്ധ സേവനമാണ് ഇവർ സമൂഹത്തിന് നൽകുന്നത്. എന്നാൽ ഇപ്പോഴും ഇങ്ങനെ ഒരു ആപ്പിനെ കുറിച്ചോ പാമ്പുകടിയേറ്റാൽ തുടർ പരിചരണം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചോ കൂടുതൽ അറിയാത്തവർ ധാരാളമുണ്ട്. സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്താൻ ലോക പാമ്പ് ദിനാചരണം ഒരു പ്രേരണയാവട്ടെ.